ചില യാത്രകളിലൊക്കെ ഒഴിവാക്കാറുണ്ടെങ്കിലും ചില യാത്രകളിലൊക്കെ ഞങ്ങളും പെറ്റ്സിനെ കൂടെ കൂട്ടാറുണ്ട്. അത്തരത്തിലൊരു യാത്രയായിരുന്നു തേക്കടിയിലേക്കുള്ള യാത്ര. ഇത്തവണ ലൂക്കായും കൊണ്ടാണ് ഞങ്ങൾ തേക്കടിക്ക് പോയത്. കഴിഞ്ഞ തവണ അവനെ ബോർഡിങ്ങിലാക്കിയതിന് ശേഷം ചില്ലറ അസുഖങ്ങളൊക്കെ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അവനെ ബോർഡിങ്ങിലാക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. മറ്റ് 4 ഡോഗ്സിനെയും ഞങ്ങൾ ഫ്ലാറ്റിൽ തന്നെയുള്ള കെയർ ടേക്കറിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ലൂക്കയെ മാനേജ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ചേട്ടനെ ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ അവനെയും കൂടെ കൂട്ടി. മാത്രമല്ല ലൂക്ക ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഡോഗാണ്. അവന് കുറേ പേടികളൊക്കെയുണ്ട്. മഴയുടെ ശബ്ദം, കാറ്റിൻ്റെ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ബഹളം ഉണ്ടാക്കി കളയും. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇത്തവണ ലൂക്കായും കൊണ്ട് തേക്കടിക്ക് വന്നിട്ട് മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കോട്ടേജാണ് എടുത്തത്. തേക്കടിയിൽ തന്നെയുള്ള മിസ്റ്റിക് ട്രീസാണ് ഞങ്ങളെടുത്ത കോട്ടേജ്. അവിടെ പെറ്റ്സിന് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ലൂക്കായ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് മറ്റു ശല്യങ്ങളൊന്നും അവന് ഇത്തവണ ഉണ്ടാക്കിയില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കാറ്റിൻ്റെയും മഴയുടെ ശബ്ദമൊക്കെ അവന് ഭയങ്കര അലർജിയാണ്. അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കി കളയും. പക്ഷേ ഇത്തവണ അവനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. എന്തോ നല്ല മൂഡായിരുന്നു ആൾക്ക്. പിന്നെ ഞങ്ങളെടുത്ത കോട്ടേജ് ആണെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ കാടിന് നടുക്കായിട്ടാണ് ഈ കോട്ടേജ് ഉള്ളത്. ഇവിടെ വെച്ചും ചെറിയൊരു കാറ്റും മഴയും എല്ലാം വന്നായിരുന്നു. എങ്കിലും ലൂക്ക വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഒരുപക്ഷെ ഞങ്ങൾ ഫുൾ ടൈം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത്. ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തേക്കടിയിലെ മുഴുവൻ കാഴ്ചകളും കാണാൻ പോയിരുന്നത്. എന്തായാലും ഈ തേക്കടി യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.